ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ശരിക്കും ഇന്ന് അഗൈൻ ഒരു വീക്കെൻഡ് ആണ്. ഇറ്റ്സ് എ വെരി വെരി ബ്രൈറ്റ് ഹോട്ട് സണ്ണി ഡേ ഇൻ ദുബായ് ആസ് യൂഷ്വൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ഇന്നലത്തെ ചില കലാപരിപാടികളിലൊക്കെ പൊക്കിയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആഫ്റ്റർ മാത്ത് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പ്രധാനമായിട്ട് യാതൊരുവിധ പങ്കുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ആദി ആൻഡ് ഹിസ് ലവ് ഫോർ ഹിസ് കാർസ് ആൻഡ് ഹി ഹാസ് എ കാർ ഗൈ സ്റ്റഫ്. അപ്പൊ ഈ വീഡിയോയില് ഇയാള് മാത്രല്ല, ഇയാളെ പോലെ കാറിനെ പറ്റി ഭയങ്കര ഭ്രാന്തമായി നടക്കുന്ന വേറൊരാളും ഉണ്ട്, ഹിസ് കൊലീഗ്. മുന്നത്തെ ഒരു Q&A വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജീവ്. അപ്പോൾ പുള്ളിക്കാരൻ്റെയും എന്താ പറയാ ക്രേസ് ഫോർ കാർസ്, അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. ഒരു കുട്ടി എന്താ പറയാ ഒരു their love for cars, they'll be talking it out. എനിക്ക് പ്രധാനപ്പെട്ട റോളൊന്നുമില്ല. ആഫ്റ്റർ ദാറ്റ് ഇപ്പൊ ഇവിടെ രാവിലെയായി വി ഓൾ പ്ലാൻ ടു ലൈക്ക് ഗെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സംവെയർ. So it's a car guys meet with a കുട്ടി breakfast. തംബ്നെയിൽ അതെ, കാർ ഗൈസ് മീറ്റ് വിത്ത് കുട്ടി ബ്രേക്ക്ഫാസ്റ്റ്. 9:30 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ 9:50 ഇനിയും നമ്മൾ അയാളുടെ വീട്ടിൽ പോയില്ല. അയാളെ ചിലപ്പം നമുക്ക് കാറ് കാണിച്ചിട്ടില്ല. സോ ലെറ്റ്സ് ഓൾ റൺ. ഇന്നത്തെ വീഡിയോന് ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കാർസ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. Good morning. Please come. I'm always Sundara Kuchapani. Hello Mr. Rajiv. Thank you. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറിനെ പറ്റി പ്രാന്ത് പിടിച്ച് നടക്കുന്ന രണ്ടാൾക്കാരാണ് ഇവർ. തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ കാറിനെ പറ്റി മാത്രമേ ഉണ്ടാവും. ഇവർ വെറുതെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാലും അത് കാറിൻ്റെ ടോപ്പിക്ക് മാത്രമേ ആയി വരും. ഇപ്പം ഞാനിപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, എനിക്ക് ആദ്യമായിട്ട് കാറും കിട്ടാറില്ല. പിന്നെ അച്ഛൻ ഷാർജയിലായതുകൊണ്ട് വല്ലപ്പോഴും ആ കാർ എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു കാർ എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവരിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് വന്ന ടോപ്പിക്കിനെ പറ്റി പറയും. ഇന്നലെ ആരൊക്കെയോ എന്തൊക്കെയോ എക്സ്ട്രാ ഫിറ്റിംഗും സംഭവമൊക്കെ ചെയ്തില്ലേ, അതിനെ പറ്റി പറ. എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, ആക്സസറീസ് രണ്ടും കണക്ക് തന്നെയാ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾക്ക് ആക്ച്വലി ഇയാളുടെ വണ്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബിഫോർ ദിസ് കാർ ഹി വാസ് ഡ്രൈവിംഗ് എ ക്രൈസ്ലർ 300S. ഓക്കെ, അതിന്റെ ഫോട്ടോ നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ ഹി സോൾഡ് ദിസ് കാർ ബിക്കോസ് ഹി വാണ്ടഡ് സംതിങ് ലൈക്ക് a bit more bigger, spacious, because he is a big man, big guy. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഇയർ ഹി ടുക്ക് റാം റിബൽ 1500. അപ്പൊ നമുക്ക് കാർ കാണാൻ പോയിനി. But why you want to see the car? You have already seen the car. ഇന്നലെ എന്തോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തില്ലേ? ഓക്കെ, എക്സ്ട്രാ ഫിറ്റിംഗ്സ്. It is not something huge as you think. Spoiler alert, ബൾബ് ഫിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം ബിൽഡപ്പ് കൊടുത്ത രാജീവേട്ടൻ്റെ കാറ്. അപ്പോൾ ഈ ഒരു കാറ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊന്നും ഇല്ല, ഇവിടെ ദുബായിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ കാറ് കാണുന്നത് ദുബായിലാണ്. ഞാൻ ദുബായിൽ നിന്നാണ് ഇവിടെയുള്ള പല കാറുകളും കണ്ടു തുടങ്ങിയത്. This is Mr. Rajiv Nayar's one and only Ram Rebel 1500. So, tell us about the car. About the car, so engine specs, like how much horsepower and yeah. So ഇത് ഒരു 5.7 V8 ആണ്. Hemi എന്ന engine നമ്മൾ people call it fondly as Hemi. So it's a 5.7 liter V8, makes around 400 bhp. As you can see, it's a truck. It's ഒരു ആഗ്രഹത്തിന് മേടിച്ചാണ് വണ്ടി. അപ്പം this is the Rebel variant. So Rebel variant is different from the other variants because this variant is a little bit more എന്താ പറയുക off-road focused. It has a few additions as compared to the other vehicles. For example, the tire, വണ്ടിയുടെ ഹൈറ്റ് കുറച്ച് കൂട്ടാണ്. Studded tires ആണ്. അപ്പോൾ this is better on the sand and off-road. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് കുറച്ച് ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്. ഫാക്ടറി ലെവലിൽ തന്നെ അവർ സസ്പെൻഷൻ വണ്ടി ലിഫ്റ്റഡ് ആണ്, അപ്പം കുറച്ച് ഹൈറ്റ് അതിന് കൂടുതലാണ്.
പിന്നെ അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എന്താണ് പറഞ്ഞാൽ സസ്പെൻഷൻ ട്യൂണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ബിറ്റ്. ഇവിടുത്തെ റോഡിലൊക്കെ ഓടിക്കാൻ നല്ല സുഖമാണ്. കാരണം ഇവിടുത്തെ റോഡിലൊക്കെ കുറച്ച് അധികം സ്പീഡിലൊക്കെ ഓടിക്കാം. ഒരു റോഡ് റെസ്പെക്ട്. റോഡ് റെസ്പെക്ട്, യെസ്, റോഡ് റെസ്പെക്ട് കിട്ടും. അതിനർത്ഥം നമ്മൾ റോഡിൽ ഗുണ്ടായിസം കാണിക്കുന്നതല്ല. ഫാസ്റ്റ് ട്രാക്കിൽ പോകുമ്പോൾ ഫാസ്റ്റ് ലൈനിൽ പോകുമ്പോൾ അതെ, ബിഗ് കാർ ആകുമ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് ഒരു റെസ്പെക്ട് തരും, വഴിയൊക്കെ മാറി തരും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഡ്രൈവ് റെസ്പോൺസിബിളി. The only thing I've done is I've fitted an exhaust. ചിപ്പ്-സെൻട്രിക്കിന് ഒരു എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വോൾവോട്രോണിക് എക്സോസ്റ്റ്. വോൾവോട്രോണിക് എന്ന് വെച്ചാൽ നമുക്ക് ബട്ടൺ വെച്ച് അതിൻ്റെ സൗണ്ട് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പം ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ സൈഡിൽ എൻ്റെ ഭാര്യയ്ക്ക് കയറാൻ പറ്റാത്ത കാരണം എൻ്റെ സൈഡിൽ സ്റ്റെപ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ്, ദ ബെഡിനൊരു കവറ് ജസ്റ്റ്. So these are the only things which I have fitted since I have bought the car. ഇന്നലെ ചെയ്തത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഇന്നലെ നമ്മൾ ചെയ്തത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയിൽ ഒരു കുട്ടി ലൈറ്റ്സ് വേണം, 4 ലൈറ്റ്സ്. സോ ബേസിക്കലി ഈ ഒരു കുട്ടി സംഭവമാണ്. ലൈക്ക് നിങ്ങൾ ഈ എന്താ പറയുക F-150 ഫോർഡ് F-150 അതിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു 4 ഓറഞ്ച് ലൈറ്റ്സ്. സോ വി വാണ്ടഡ് ടു ഡു സംതിങ് സിമിലർ ബിക്കോസ് ഇതിൻ്റെ ഒരു ഗ്രില്ലെന്ന് പറയുമ്പോൾ വി ഫെൽ ലൈക്ക് കുറച്ച് പ്ലെയിൻ ആണ് ആൻഡ് DRL ഈസ് ലൈക്ക് എ ബിറ്റ് ഡിം. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി ഒരു ഇടുപ്പ് കൊടുക്കാമെന്ന്, ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് കാർ. അപ്പോൾ കാണാം. ഡു ദ ഓണേഴ്സ് പ്ലീസ്. സോ ഈ കാണുന്ന 4 ഓറഞ്ച് ബൾബാണ് നമ്മൾ ഇന്നലെ പോയിട്ട് ഫിറ്റ് ചെയ്തത്. ഇത്രേ ഉള്ളൂ. സ്മോൾ തിങ്സ്, സ്മോൾ ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഇത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. You will not understand the significance of it. How does it make a difference at night? It does make a difference at night. It looks better. അതിന് നമ്മളൊരു ഫോട്ടോ ഇടുന്നതായിരിക്കും. അനീഷയ്ക്ക് വേണ്ടി മാത്രമല്ലേ, എന്നെ ആദ്യം പോലത്തെ ചെറിയ ആൾക്കാർക്കും ഈ സ്റ്റെപ്പ് ഭയങ്കര യൂസ്ഫുള്ളായി കാറിലേക്ക് കയറാൻ. പിന്നെ കാറിൻ്റെ ഇൻറ്റീരിയറും ഈ പറയുന്ന പോലെ തന്നെ ഭയങ്കര ലക്ഷറിയസും സൂപ്പർ കംഫർട്ടബിളും ആണ്. വെയിലത്തിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ ടയേർഡായി. പോരാത്തതിന് ഞങ്ങൾക്ക് നല്ല പോലെ വിശക്കാനും തുടങ്ങി. വിശപ്പിൻ്റെ വിളി വന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ നേരെ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡിസ്കവറി ഗാർഡൻസിലാണ് പോയത്. അപ്പോൾ അവിടെ നല്ല സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന മാമീസ് ഇല്ലെന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങളിവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ലഞ്ചും കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ നല്ലതാണെന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നല്ല ഒത്തൻറ്റിക് സൗത്ത് ഇന്ത്യൻ പ്യോർ വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് മാമീസ് ഇല്ലത്തിലേക്ക് പോയി. ഇവിടെ യൂഷ്വലി സാറ്റർഡേസ് ആൻഡ് സൺഡേസ് ഭയങ്കര പാക്ഡ് ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തോ നമ്മൾ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:30 ഒക്കെ ആയി. അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു ക്രൗഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു എല്ലാവരും. ഇങ്ങനെ മെന്യൂസ് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. വടയിൽ നോക്കിയിരിക്കുന്ന ആൾക്കാർ ഞാനിവിടുന്ന് യൂഷ്വലി ഇഡ്ഡലിയും പിന്നെ മസാല ദോശയും അങ്ങനത്തെയൊക്കെ ആയിരുന്നു കഴിച്ചത്. അപ്പോൾ ഇന്ന് രാജീവേട്ടനായിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ദോശയും തട്ട് ദോശയും കടലക്കറിയും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ കിട്ടുന്ന ചായ അല്ലെങ്കിൽ ഫിൽറ്റർ കോഫി വേറെ തന്നെ ഒരു വികാരമാണ്. അത്യാവശ്യം നല്ല പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കാൻ മടി കാണിച്ചതുകൊണ്ട് എന്നെ രാജീവേട്ടൻ വീണ്ടും ഹെൽപ്പ് ചെയ്തു. പക്ഷെ കോംപ്ലാൻ ഇല്ലല്ലോ. അപ്പൊ ഇനി എന്ത് പറയും? എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളെ അടുത്തുള്ള JVCയിലുള്ള ആസ്ട്രൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്നൊരു എന്താ പറയുക ഒരു എൻഡിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് JVCയിലെ ആസ്ട്രൽ ക്ലിനിക്കിൽ പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ബാക്കി ഉണ്ടായിരുന്നു വീക്കെൻഡ് പ്രമാണിച്ച്. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലെത്തി നല്ല ടയേർഡാണ്. ഞാൻ കുറച്ച് നേരം പോയിട്ടൊന്ന് എവിടെയെങ്കിലും കിടക്കണം. അത്രയ്ക്കും ടയേർഡായി. കാരണം കുറച്ച് നേരം പുറത്തുനിന്ന് ചൂട് കൊള്ളുമ്പോഴത്തേനും ഉള്ള എനർജി എല്ലാം പോയി. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ടൂഡിൽസ്.